ശത്രുക്കൾ നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര ദൂരെ. ഊരും പേരും ഒന്നും വെളിപ്പെടുത്താത്ത 2 പുതിയ ആളുകളായി നമുക്ക് ജീവിക്കണം. ഇങ്ങനെ പേടിച്ച് ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാതെ എങ്ങനെ ഈ വീട്ടിൽ കഴിയുന്നതിലും ഭേദമല്ലേ അമ്മേ അത്? അതൊന്നും നടക്കില്ല മോളെ. ഈ കരുതും പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങളൊന്നും. കഴിഞ്ഞ 10-25 കൊല്ലങ്ങളായി ഞാൻ എവിടെയെല്ലാം താമസിച്ചു. അവിടെയെല്ലാം എന്നെ അന്വേഷിച്ച് അവരെത്തിയില്ലേ? അവരുടെ കണ്ണ് എപ്പോഴും നമ്മുടെ മേലുണ്ട്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്കൊരു ചൂട് വെച്ചാ അത് അവരപ്പോ അറിയും. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ നമ്മുടെ ഗേറ്റിനകത്തേക്ക് ഒരുത്തിനും കയറി വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തരുത്. എനിക്കത്രേ ഉള്ളൂ. അതിന് ചിലതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ അനാഥക്കുട്ടിക്ക് ഇത് 2ാം ജന്മോ. എനിക്ക് ദൈവം തന്ന എന്റെ സ്വന്തം അമ്മയത്. നമ്മുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ലമ്മേ. ഒക്കെ നമുക്ക് ഈശ്വരന് വിടാം. എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മ സമാധാനമായിട്ടിരിക്ക. ഹലോ, ഞാൻ വിചാരിച്ചു നന്ദിനി ഒരിക്കലും വിളിക്കില്ലെന്ന്. അങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റുന്നൊരു ബന്ധാണോ നിതീഷേട്ടാ നമുക്കുള്ളത്? അയ്യോ, എന്താ നന്ദു, എന്തു പറ്റി? ശബ്ദം ആകെ വല്ലാതിരിക്കുന്നല്ലോ. ഞാനാകെ പ്രശ്നത്തിലാ നിധിയേട്ടാ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഏയ് നന്ദു, നീ എന്തിനാ കരയുന്നേ? എന്താണെങ്കിലും എന്നോട് പറയ്, ഞാനില്ലേ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. ഞാൻ പ്രഗ്നന്റ് ആണ് നിധിയേട്ടാ. ഹലോ ഹലോ നിതീഷേട്ടാ. ഹലോ. ഏട്ടനെന്തൊന്നും മിണ്ടാത്തത്? അത് പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് ടെൻഷനായോ? അതിനേക്കാളേറെ ടെൻഷൻ അടിച്ച് മരിച്ചിട്ടാ ഞാനിപ്പോ നിതീഷേട്ടനെ വിളിക്കുന്നത്. നീ പറഞ്ഞത് സത്യം തന്നെയാണോ? ഞാൻ എന്തിനാ നിധിയേട്ടനോട് കള്ളം പറയുന്നത്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആർ യു ഷുവർ? നീ വല്ല ടെസ്റ്റ് നടത്തി കൺഫേം ചെയ്തായിരുന്നോ? സനുവേട്ടത്തി വാങ്ങി വെച്ചൊരു ടെസ്റ്റ് കിറ്റ് ഉണ്ടായിരുന്നു. അതുമല്ല, എന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ട് നിധിയേട്ടാ. ഇത് അത് തന്നെയാ. ഹലോ നിധിയേട്ടാ, ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ. ഞാൻ ടെൻഷൻ അടിച്ച് മരിച്ചു പോവാ. എന്തെങ്കിലും ഒന്ന് പറ. ഇത് ഹേയ്, എന്തിനാ ടെൻഷൻ? നമ്മളെന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരല്ലേ. പിന്നെ എന്താ നന്ദു? സത്യം പറഞ്ഞാ ഇപ്പോഴൊന്ന് സമാധാനായത്. നിതീഷേട്ടനെ കൈവിട്ടിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ നിന്നെ കൈവിടുക മോളെ? ഓരോ ആളുകള് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്ര നാള് കാത്തിരിക്കുന്നു. ഇപ്പൊ തന്നെ ഗിരിയേട്ടന്റെ കാര്യം നോക്ക്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി. ഒരു കുഞ്ഞുണ്ടാവാൻ അച്ഛമ്മ വഴിപാട് നടത്തി നടക്കുക. പക്ഷെ കല്യാണം കഴിയാതെ ഗർഭിണിയാവാന്ന് പറഞ്ഞാലേ നമ്മുടെ നാട്ടിലത് അത്ര നല്ല ഏർപ്പാടൊന്നും അല്ല. എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കാതെ നിതീഷേട്ടൻ
കല്യാണത്തിനുള്ള നീക്കങ്ങളൊക്കെ നടത്തണം. അതൊക്കെ എനിക്ക് അറിയാലോ പൊന്നെ. കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യാം. നീ പോയി വിശ്രമിക്കേ. ഇനി അങ്ങോട്ടേ ശരീരം നന്നായിട്ട് നോക്കണം. താങ്ക് യു നിധിയേട്ടാ. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. നാശം പിടിക്കാൻ എല്ലാം തകർന്നു. സാധാരണ തോക്കിന്റെ ലൈസൻസിന് വേണ്ടി വരുന്ന അപേക്ഷകർ മിക്കവാറും പുരുഷന്മാരായിരിക്കും. ശത്രുക്കളുടെ ഭീഷണി നേരിടുന്ന വ്യവസായ പ്രമുഖർ, ബാങ്കിംഗ് സ്ഥാപനം നടത്തുന്ന ആളുകൾ, രാഷ്ട്രീയക്കാർ, ഇവരെ പോലുള്ളവരാണ് സ്വന്തം ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊരു ലൈസൻസിന് അപേക്ഷിക്കാറുള്ളൂ. എന്റെ അടുത്ത് ഇത്തരമൊരു അപേക്ഷയുമായി വരുന്ന ആദ്യത്തെ സ്ത്രീ നിങ്ങളായിരിക്കും. ഇവിടെ ഇപ്പോ ഒരു സാധാരണ വീട്ടമ്മയായ പ്രതീക്ഷയ്ക്ക് എന്തിനിങ്ങനൊരു തോക്ക്? എനിക്കും എന്റെ അമ്മയ്ക്കും ഒരുപാട് ശത്രുക്കളുണ്ട്. ഏതു നിമിഷവും എന്റെ അമ്മയുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മാഡം. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാ ഞങ്ങൾക്ക് ആരുമില്ല. ഈ കഴിഞ്ഞ ദിവസം എന്തായാലും ഇതെല്ലാം കാണിച്ച് നിങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുക. SP-യോട് ഞാനും സംസാരിക്കാം. അപ്പൊ പിന്നെ പോലീസുകാർക്ക് എന്തെങ്കിലും ആക്ഷൻ എടുത്തേ മതിയാവൂ എന്നൊരു സാഹചര്യം വരും. അതല്ലേ ഈ പ്രശ്നത്തിന് ശരിയായ ഒരു പരിഹാരം? അതല്ലാതെ ലൈസൻസ് ഉള്ളൊരു തോക്ക് വാങ്ങി കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതല്ലല്ലോ. ഏതു നിമിഷവും ഗുണ്ടകളുടെ കയ്യാൽ കൊല്ലപ്പെട്ടേക്കാമെന്ന് ഭയന്ന് ജീവിക്കുന്ന എന്റെ അമ്മയുടെ മാനസികാവസ്ഥ മാഡത്തിന് മനസ്സിലാവാഞ്ഞേട്ടാ. സ്വയരക്ഷയ്ക്ക് ഒരായുധം പോലും ഇല്ലാതെ ഞങ്ങൾ 2 സ്ത്രീകൾ എങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങും മാഡം? മാഡം നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടി തോക്കിന്റെ ലൈസൻസ് എടുക്കുന്ന സമൂഹത്തിലെ ഉന്നതരായ ആളുകളില്ലേ? സ്വത്തിലല്ല, പക്ഷെ സ്വന്തം ജീവനിൽ അവർക്കുള്ളതുപോലെ ആശങ്കയും പേടിയും ഞങ്ങൾക്കുണ്ട് മാഡം. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കാര്യങ്ങൾ ചെയ്യാനൊന്നുമല്ല ഞാനൊരു തോക്ക് വാങ്ങാൻ തീരുമാനിച്ചത്. സ്വന്തം എന്ന് കരുതി എന്നെ പൊന്നുപോലെ നോക്കുന്ന എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. അങ്ങനെ ഒരു തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കിട്ടിയ അതുകൊണ്ട് ഞാനൊരു ജീവൻ പോലും എടുക്കില്ല. രാത്രിയുടെ മറവിൽ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശത്രുക്കളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുക എന്നത് മാത്രമാണ് എന്റെ ഉദ്ദേശം. എനിക്ക് പറയാനുള്ളതെല്ലാം മാഡത്തോട് ഞാൻ തുറന്നു പറഞ്ഞു. ഇനിയൊരു തീരുമാനം എടുക്കേണ്ടത് മാഡമാണ്. പ്രതീക്ഷ, ഇരിക്കൂ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യസന്ധമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഒരു സിവിലിയന് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് നൽകാനുള്ള അധികാരം ജില്ലാ കളക്ടർ എന്ന നിലയിൽ എനിക്കാണ് താനും. പക്ഷേ അതിനു മുമ്പ് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ലൈസൻസ് നൽകുന്നതിനു മുമ്പ് അത് നൽകപ്പെടുന്ന വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലവും സാമൂഹ്യ സാഹചര്യവും മനസ്സിലാക്കാൻ ഒരു പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഫയൽ പോലീസ് വെരിഫിക്കേഷന് വേണ്ടി അയക്കുകയാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം അത് അനുകൂലമാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് ഉറപ്പായിട്ടും തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കിട്ടും. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. വെൽക്കം. എന്നാലും ഇതിങ്ങനൊരു വള്ളിക്കെട്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാമ. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ ആദ്യമായിട്ട് ഗർഭിണിയാക്കുന്ന പെണ്ണ് ഇതാന്ന്. ഒന്ന് പോടാ. അതുപോലെയാണോ ഇത്? അതൊക്കെ ഞാൻ തന്ത്രത്തിൽ അബോർഷൻ നടത്തി കാശും കൊടുത്ത് ഒഴിവാക്കി വിട്ട കേസല്ലേ? എന്നാ ഇത് ഡീൽ ചെയ്യാൻ നീ വേറെ വഴി കണ്ടെത്തേണ്ടി വരും മോനെ.
എടാ, ഇത് കാശ് കൊടുത്താൽ ഒതുങ്ങുന്ന കേസല്ല. എന്ന് മാത്രമല്ല, വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് എത്തുകയും ചെയ്യും. എടാ, അവള് സുമിതയുടെ അനിയത്തിയാ. അതൊരു വലിയ കാര്യം തന്നെയല്ലടാ. ഇടങ്ങാനും പുറത്തറിഞ്ഞാൽ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ലോകമഹായുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടി വരത്തില്ല മോനെ നിതീഷേ. സുമിത ഇതറിഞ്ഞ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എടാ, ഈ പൊട്ടുന്ന സാധനങ്ങളുടെയൊക്കെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാൻഡിൽ വിത്ത് കെയർ. അല്ല, അവളിപ്പോ എന്നാ നിന്നോട് പറയുന്നത്? ഗർഭം പുറത്തറിയുന്നതിന് മുമ്പ് ഞാൻ അവളെ കെട്ടണമെന്ന്. അത് കലക്കി. കെട്ടിലമ്മയുടെ പൂതി കൊള്ളാലോ. ചേച്ചിയെ പോലെ ഉയരത്ത് തറവാട്ടി വന്ന് മഹാറാണിയായിട്ട് വാഴാന്നായിരിക്കും വിചാരം. നിന്റെ അമ്മ ഇതൊന്നും അറിയണ്ട. അബോർഷൻ അല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. അവളാണെങ്കിൽ അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പിന്നെ എന്നാ ചെയ്യാനാടാ? ഇതേ പൊതിഞ്ഞു കേട്ട് ലോക്കറിൽ ഒളിച്ചു വെക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല. മാസം 1 കഴിയുമ്പം ഇങ്ങ വരും. വെറുതെ എന്നെ കൂടുതൽ ടെൻഷൻ ആക്കലേ ഞങ്ങളെ. എടാ, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞെന്നേ ഉള്ളൂ. അവളെ പിണക്കാതെ പറഞ്ഞനുനയിപ്പിച്ച് ഒരു അബോർഷൻ നടത്തുകയല്ലാതെ വേറെ വഴിയില്ല മോനെ. ഓ, അവക്ക് നിന്നോട് അസ്ഥി പിടിച്ച പ്രേമമാണെന്നല്ലേ പറഞ്ഞത്? ആ വഴിക്കൊന്ന് ശ്രമിക്കേ. മോളെ, ഇനി വാതിലും ജനലും ഒന്നും അടയ്ക്കണ്ടമ്മേ. കുറച്ച് കാറ്റും വെളിച്ചൊക്കെ അകത്തേക്ക് കയറട്ടെ. ഇത്രയും നാളും നമ്മൾ അനുഭവിച്ച ശ്വാസം മുട്ടലൊക്കെ ഒന്ന് മാറട്ടെ. എന്താ നീ പറയുന്നത്? എപ്പോഴും വാതിലും ജനലും അടച്ചിടണം, ആര് വന്നാലും തുറക്കരുത് എന്നൊക്കെ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? അതന്ന്. ഇപ്പോ കാര്യങ്ങൾക്കല്പം മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ജില്ലാ കളക്ടറല്ലേ ഹർഷിത മാഡം, അവര് നമുക്കൊരു സഹായം ചെയ്തു തന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, കളക്ടർക്ക് നീ പരാതി കൊടുത്തോ? അങ്ങനെയാണെങ്കിൽ ഇനി അതിന്റെ പേരിലായിരിക്കും അടുത്ത പുകില്. ഇങ്ങനെ പേടിക്കാതെ എന്റെ മഹാലക്ഷ്മി കുട്ടി. എടി, നീ വളച്ചു കെട്ടത് കാര്യം പറയുന്നുണ്ടോ? എനിക്ക് ടെൻഷനായിട്ട് വയ്യ. അനുരാധയല്ല, ഇനി ഏത് കൊമ്പത്തെ മോള് വിചാരിച്ചാലും എന്റെ അമ്മയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും വരുന്നവരെ വിവരം അറിയും. നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ പറ്റിയൊരു സൂത്രം വാങ്ങാനുള്ള അനുമതി ഹർഷിത മേഡം എനിക്ക് തന്നു. ഈശ്വര, ഇനി ആരെങ്കിലും നമുക്ക് നേരെ കൈ ചൂണ്ടിയാ പൊട്ടിക്കും ഞാൻ. മോളെ, ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ അപകടമല്ലേ? നമ്മൾ ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ വലിയ അപകടം വേറെ ഉണ്ടോ അമ്മേ? മുകളിലെ ആകാശവും താഴെ ഭൂമിയായിട്ട് ജീവിക്കുന്ന 2 ജന്മങ്ങളാ നമ്മൾ. എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. നമ്മൾ 2ൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ മറ്റേയാൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെ അമ്മേ.
ഇനിയെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഭയമില്ലാതെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ സമാധാനമായിട്ട് ജീവിക്കണം. ചന്ദ്രേട്ടാ, ദേ അവര് വന്നുട്ടോ. ആ മോളെ, ഞാൻ മോളെ കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ പ്രോഗ്രാമിംഗ് യാത്രയൊക്കെ? ഗംഭീരായിരുന്നു അച്ഛാ. നിങ്ങൾ ഇരിക്കെ, അമ്മ കുടിക്കാൻ എന്തേലും എടുക്കാം. ഇപ്പൊ ഒന്നും വേണ്ടമ്മേ, വരുന്ന വഴിക്ക് ഞങ്ങള് ജ്യൂസ് കുടിച്ചതാ. അച്ഛൻ എന്താ വാങ്ങേണ്ടേന്നേ ഞാൻ ഒത്തിരി ആലോചിച്ചു. പിന്നെ ശ്രീയ പറഞ്ഞത് പെർഫ്യൂം വാങ്ങിയാ മതിയെന്ന്. ഓ സന്തോഷം. പക്ഷെ അച്ഛൻ ഇതൊക്കെ അടിച്ചോണ്ട് എവിടെ പോകാനാ മോളെ? മിക്കവാറും ഇവൻ തന്നെ ആയിരിക്കും ഇത് ഉപയോഗിച്ച് തീർക്കുക. ഞാനൊന്ന് പെട്ടിയോണ്ട് നോക്കട്ടെ. അമ്മ തന്ന ലിസ്റ്റിലുള്ള ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം ഉണ്ട്. അല്ല, നന്ദു എവിടെ? അവക്കേ ഉച്ച മുതലൊരു തലവേദന. ആണോ? ഊണ് കഴിഞ്ഞിട്ട് കയറി കിടന്നതാ. ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഞാൻ വിളിക്കാം. വേണ്ടമ്മേ, വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. പാവം റെസ്റ്റ് എടുത്തോട്ടെ. ഞാൻ അവളെ പിന്നെ പോയി കണ്ടോളാം. അല്ല, നാളെയല്ലേ ഗിരി ശബരിമലയ്ക്ക് പോകുന്നത്? അതെ അച്ഛാ. സത്യത്തിൽ എന്റെ കൂടെയുള്ളവരെല്ലാം ഒരു ദിവസം കൂടെ തങ്ങി നാളെ തിരികെ വരാനാ പ്ലാൻ. ഗിരിയേട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പുറപ്പെടുമ്പോ കൂടെ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാ ഞാൻ ഇന്ന് തന്നെ പോകുന്നത്. എന്നാ മോള് പോയി ഫ്രഷ് ആവ്. ദേ നോക്കി. ആഹാ. അച്ഛാ, ഞങ്ങൾ ലേറ്റായില്ലല്ലോ മോളെ? ഇല്ലച്ചാ, കെട്ടുനിറയ്ക്കുള്ള മുഹൂർത്തം ആവുന്നേ ഉള്ളൂ. വാസൻ വാടാ. അമ്പി, എന്തായി കാര്യങ്ങള്? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. ഗുരുസ്വാമി വന്നു. ഇനി കെട്ട് നിറച്ചാ മാത്രം മതി. ഞാൻ ഇവിടുത്തെ കാര്യം അല്ല ചോദിച്ചത്. അതെല്ലാം പുലിമുരുകനും ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടമ്മേ. പുലിമുരുകനോ? വല്ലതും നടക്കുവാടാവേ? നടക്കാതിരിക്കാനേ, ഇത് കൊണ്ടോട്ടി ബീരാനല്ല. ഒന്ന് പതുക്കെ പറ. ഇതാ ടിവിയിലെ റിയാലിറ്റി ഷോയിലെ പിള്ളേരില്ലേ? സരിഗമപ്പായിലെ കണ്ടസ്റ്റൻസാ. ഇവരെന്താ ഇവിടെ?